നമസ്കാരം, സ്വാഗതം സ്പോർട്ട് ലൈവിലേക്ക്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് ഇന്നലെ കാണാതായ ഒരു 13-കാരിയെ തെരയുകയാണ് കേരളം. സഹോദരിമാരോട് വഴക്കിട്ടപ്പോൾ ശകാരിച്ചതിനവൾ വീട് വിട്ടെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം. രണ്ടാനമ്മയുടെ ക്രൂരമർദ്ദനമാണ് കുട്ടി വീട് വിടാൻ കാരണമെന്ന് പിന്നീട് അയൽവാസിയുടെ വെളിപ്പെടുത്തലും പുറത്തുവന്നു. എന്തായാലും അവൾ പോയ വഴികൾ അരിച്ചു പെരുക്കുകയാണ് പോലീസ് സംഘം. അസം സ്വദേശിനിയായ തസ്മിത് തംസുവിന് എന്താണ് സംഭവിച്ചത്? ഈ വാർത്തയാണ് സ്പോർട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരി കന്യാകുമാരിയിലേക്ക് പോയെന്ന കാര്യത്തിൽ തെളിവില്ലാത്ത പോലീസ്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും കുട്ടിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. നിലവിൽ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന. കേരള പോലീസ് കുഴിത്തുറയിലും നാഗർകോവിലും ഇരണിയയിലും പരിശോധന നടത്തും. ഇല്ല അവര് നോക്കുന്നുണ്ടെന്ന് പറയുന്നു. കന്യാകുമാരിയിൽ എത്തിയതായിട്ട് കൺഫ്യൂഷൻ ആയി കുട്ടി. അതെ, ഇവിടെ കണ്ടു എന്ന് പറയുന്നു. ആര് കണ്ടത്? അവര് കണ്ടു എന്ന് പറയുന്നു, ഓട്ടോറിക്ഷക്കാർ കണ്ടു എന്ന് പറയുന്നു. മറ്റൊരിടത്ത് ഇറങ്ങിയിട്ടില്ല. ഇല്ല, നോക്കിയില്ല. ഞാൻ ഇവിടെ നോക്കിയതിനു ശേഷം ബാക്കി CCTV നോക്കാം. പോലീസ് പറയുന്നുണ്ട് അവര് കണ്ടതായിട്ടാണോ പറയുന്നത്? അവര് കണ്ടായിട്ട് പറയുന്നില്ല. കണ്ടായിട്ട് പറയുന്നു. അങ്ങനെ ജസ്റ്റ് ഒരു വേഗ ഐഡിയ മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ. അസം സ്വദേശി അൻവർ ഹുസൈന്റെ മകൾ തസ്മിത് തംസുവിനെ ഇന്നലെയാണ് കാണാതായത്. സഹോദരിമാരോട് വഴക്കിട്ടപ്പോൾ ശകാരിച്ചതാണ് തസ്മിതിനെ പ്രകോപിതയാക്കിയതെന്നാണ് മാതാപിതാക്കളുടെ വിശ്വാസം. वो बच्चा फोन करके बोल रहा है माँ दीदी मेरा मार रहा है, पिट रहा है. मैं बोल रहा है मैं तो ड्यूटी में, तुम रूम पर ताको, मोबाइल से पिस कर देखो, रूम में ताको, मारपीट मत करो. तुरंत बाद आबार फोन किया, माँ दीदी मेरे मार के मुंह तेजुला दिया. तो मैं इधर आया दोनों को 2 थप्पड़ लगाया. वो लड़की मेरा साथ काम पे लिए गया और बड़ो वाला लड़की और छोटा लड़की रूम में था. मैं तो और कुछ मालूम नहीं, मैं तो ड्यूटी में गया था. बाद 1 बजे आया खाना खाने के लिए. आया तो नहीं, रूम में नहीं मिला. वो लड़की बोल रहे, वो छोटा वाला लड़की वो बोल रहे दीदी कहाँ गया था, मुझे मालूम नहीं. और तब पापा और मैं ढूंढ रहा था, नहीं मिला. तो बाद पुलिस स्टेशन गया था. मैं बोल रहा था मेरा लड़की घूम गया, मेरा लड़की कोई नहीं मिला. वो पुलिस मेरा साथ दिया तो कुछ अब अभी मिला नहीं. वो बात है और कुछ नहीं. पुलिस तो ढूंढ रहा है, बोल रहे टेंशन मत लो, हमारा केरला मीडिया पुलिस सब साथ में है, तुम्हारा बच्चा मिल जाएगा. और बोल रहा है यार कुछ नहीं, कोई जानकारी नहीं है. मैं तो 1 महीना हुआ ये आया, केरला में आया 1 महीना हुआ. കന്യാകുമാരിയിൽ നിന്ന് VV അരുണും ഒപ്പം തമ്പാനൂരിൽ നിന്ന് VV വിനോദും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ VV വിനോദിലേക്കാണ്. വിനോദ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്തുണ്ട്. വിനോദ്, എന്തെങ്കിലും സൂചന ഈ നിമിഷം വരുന്നുണ്ടോ? ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു, നമ്മൾ ഈ പെൺകുട്ടി 13 വയസ്സുകാരി എവിടെയെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം പിന്നിട്ട് 26 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു കുട്ടിയെ കാണാതായിട്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്, വിശദാംശങ്ങൾ എന്താണ് വിനോദ്? ഭവ്യ, കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്ത് കൂടി കടന്നു പോകുന്ന 2 ട്രെയിനുകളിൽ ഇതിനകം പരിശോധന നടത്തി. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേറ്റ് പോലീസും അതോടൊപ്പം തന്നെ RPFന്റെ അംഗങ്ങളുമാണ് പരിശോധന നടത്തിയത്. പക്ഷേ കുട്ടിയെക്കുറിച്ചുള്ള കാര്യമായ വിവരം ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. കന്യാകുമാരിയിൽ കുട്ടി എത്തിയതിനുള്ള സൂചനകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട 3 സ്റ്റേഷനുകളുണ്ട്. നെയ്യാറ്റിൻകര വരെ കുട്ടിയെ കണ്ടതായി ചിത്രം പകർത്തിയ ബബിത പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കുട്ടി ഏതാണ്ട് അമരവിള ഭാഗത്ത് പാറശാല ഭാഗം വരെ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്ന സൂചനകളാണ് മൊഴിയുടെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്നത്. അതിനുശേഷം ഇരണിയൽ, കുഴിത്തുറ, ഇരണിയൽ, നാഗർകോവിൽ, ഇങ്ങനെ 3 സ്റ്റേഷനുകളുണ്ട്. ഈ ഏതെങ്കിലും സ്റ്റേഷനുകളിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ എന്ന ഒരു സംശയം അവശേഷിക്കുന്നു. അതല്ല, കന്യാകുമാരിയിൽ എത്തിയെങ്കിൽ, CCTV ദൃശ്യങ്ങളിൽ ഇതുവരെ അത് വ്യക്തമല്ല, കന്യാകുമാരിയിൽ എത്തിയെങ്കിൽ കുട്ടി പുറത്തേക്ക് പോവുകയും അവിടെ ഈ ട്രെയിൻ അവസാനിക്കുന്ന സ്ഥലമാണ്, അതിനപ്പുറത്തേക്ക് ട്രെയിൻ സർവീസില്ല, അവിടെ ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പാണ്, അവിടെ കുട്ടി ഇറങ്ങുകയും പിന്നീട് ആ പരിസരത്ത് ചുറ്റിക്കറങ്ങുകയും ചെയ്തിട്ടുണ്ടോ, അവിടെയും ചില സംശയങ്ങളുണ്ട്. ആരുടെയെങ്കിലും കൈകളിൽ അകപ്പെടാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ വളരെ വിപുലമായ അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ വേണ്ടതെന്ന ആവശ്യം, അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക്
തമിഴ്നാട് പോലീസിൻ്റെയും കേരള പോലീസിൻ്റെയും RPFിൻ്റെയും അംഗങ്ങൾ ആ നിലയിലേക്ക് മാറണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എല്ലാ കേസുകളിലും ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ഈ കേസിൻ്റെ ആദ്യ മണിക്കൂറുകൾ അവിടെ ഏറ്റവും ഊർജിതമായ അന്വേഷണമാണ് ആവശ്യം. നമ്മൾ പറഞ്ഞു വന്നത് ഒരുപക്ഷെ കന്യാകുമാരിയിൽ കുട്ടി എത്തി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ആ പരിസര പ്രദേശങ്ങളിൽ ചുറ്റിക്കറങ്ങുകയും ചെയ്യാനുള്ള സാധ്യത, മറ്റൊന്ന് ഈ ബീച്ച് പോലുള്ള സ്ഥലങ്ങളിലേക്ക് കുട്ടി എത്താനുള്ള സാധ്യത, പുലർച്ചെ കണ്ടുവന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുണ്ട്. പക്ഷേ ഈ ഓട്ടോ ഡ്രൈവറെ സംബന്ധിച്ച് മറ്റ് സഹപ്രവർത്തകർ, അവിടെ ഓട്ടോ ഓടിക്കുന്ന മറ്റ് ആളുകൾ പറയുന്നത് വിശ്വാസയോഗ്യമല്ല ഇയാൾ പറയുന്ന കാര്യങ്ങൾ എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈ മൊഴി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. എങ്കിൽ തന്നെയും നമുക്കറിയാം കന്യാകുമാരി പോലുള്ളൊരു ഏറ്റവും ടൂറിസ്റ്റ് അതിന് പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. പലവിധ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി അസമയത്ത് അവിടെ ചെന്നിറങ്ങുമ്പോൾ ഉണ്ടായേക്കാവുന്ന ആപത്തുകളുണ്ട്. ആ ആപത്തിൻ്റെ സാധ്യത കൂടി മുന്നിൽ കാണണം. അത് ഒരു ഭാഗമായി നമ്മൾ പറയുമ്പോൾ തന്നെ പെൺകുട്ടി വീണ്ടും ട്രെയിനിൽ സഞ്ചരിക്കാനുള്ള, അതായത് ഈ ട്രെയിനിനുള്ളിൽ കുട്ടി കരഞ്ഞു എന്ന കാര്യം സഹയാത്രിക പറയുന്നുണ്ട്, ചിത്രം പകർത്തിയ യുവതി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു അരക്ഷിത ബോധം കുട്ടിയെ ബാധിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ബബിത പറയുന്നത് കരയുമ്പോഴും ധൈര്യമുണ്ടായിരുന്നു കുട്ടിക്ക് എന്നാണ്. അങ്ങനെ വലിയ തോതിൽ പതറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് ബബിത പറയുന്നു. എങ്കിലും കരഞ്ഞു എന്ന് പറയുമ്പോൾ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ വിഷമമുണ്ടാകാം, അമ്മ വഴക്ക് പറഞ്ഞതിൻ്റെ വിഷമമുണ്ടാകാം, ഒറ്റപ്പെട്ടതിൻ്റെ ഒരു ആശങ്കയുണ്ടാകാം, ഏറ്റവും ഒടുവിൽ ഭയം കുട്ടിയെ ബാധിച്ചിട്ടുണ്ടോ എന്ന ചിന്ത പോലും. അങ്ങനെ കരഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ അനുമാനിക്കാവുന്നതാണ്. ഒരുപക്ഷെ വീട്ടിലേക്ക് തിരികെ വരാൻ കുട്ടി ആഗ്രഹിച്ചെങ്കിൽ കന്യാകുമാരിയിൽ നിന്നോ നാഗർകോവിലിൽ നിന്നോ മറ്റൊരു ട്രെയിനിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് വരാനുള്ള ശ്രമം നടത്തിയെങ്കിൽ അവിടെ ഒരു പ്രശ്നം അവശേഷിക്കുന്നത്. ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, തമ്പാനൂരിൽ നിന്ന് കൃത്യമായി ഈ 13 വയസ്സുകാരി പെൺകുട്ടി കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ അവൾ കയറിയിട്ടുണ്ട്. അത് നമ്മൾ സ്ഥിരീകരിച്ച കാര്യമാണ്. ഏറ്റവും പ്രധാനമായി നെയ്യാറ്റിൻകര വരെ ഈ പെൺകുട്ടി ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു. അതും നമ്മൾ വളരെ കൃത്യമായി സ്ഥിരീകരിച്ച കാര്യമാണ്. കാരണം ബബിത പകർത്തിയ ചിത്രത്തിൽ നിന്ന് അത് വളരെ വ്യക്തവുമാണ്. അവിടെ വരെ നമ്മൾക്കും ഉദ്യോഗസ്ഥർക്കും സംശയമില്ല. ഇപ്പോൾ ഇതാ പറയുന്നു കന്യാകുമാരിയിൽ ആ പെൺകുട്ടി ഇറങ്ങിയിട്ടില്ല എന്ന്. ഒരു തെറ്റിദ്ധാരണയായിരിക്കാം ഒരു പക്ഷേ ആ ഓട്ടോ ഡ്രൈവർക്ക്. അതെന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ പറയുന്നത് കന്യാകുമാരിയിൽ ഈ 13 വയസ്സുകാരി പെൺകുട്ടി ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നെയ്യാറ്റിൻകര മുതൽ കന്യാകുമാരി എത്തുന്നതിന് മുൻപ് വരെയുള്ള സ്റ്റേഷനുകൾ, ഇതാണ് ഏറെ നിർണായകം. ഇവിടെ ഏതെങ്കിലും സ്റ്റേഷനിൽ ഈ പെൺകുട്ടി ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തുന്നു. ഈ സ്റ്റേഷനുകളിൽ ഇറങ്ങിയിട്ടില്ല എങ്കിൽ അതിനു മുൻപ് ഏതെങ്കിലും സ്ഥലത്ത് ഈ ട്രെയിൻ പിടിച്ചിട്ടിരുന്നു എന്നുള്ളൊരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ ഉദ്യോഗസ്ഥർ? വിനോദിന് അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? സാധാരണ ഇത്തരം ട്രെയിനുകൾ പല സ്ഥലങ്ങളിൽ, സ്റ്റേഷൻ അല്ലാത്ത പല സ്ഥലങ്ങളിലും പല സാഹചര്യം വരുമ്പോൾ പിടിച്ചിടാറുണ്ട്, കുറെ നേരം നിർത്തിയിടാറുണ്ട്. അങ്ങനെ നിർത്തിയിട്ട സമയത്ത് എവിടേക്കെങ്കിലും ഈ പെൺകുട്ടി ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള തരത്തിലേക്ക് അന്വേഷണം എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ വിനോദ്? അറിയാൻ സാധിച്ചിട്ടുണ്ടോ അത് സംബന്ധിച്ച്? ഭവ്യ, നമ്മൾ പറഞ്ഞു വന്നതും അത് തന്നെയാണ്. അതായത് ഈ നാഗർകോവിൽ വരെയുള്ള ഭാഗം, അവിടെ 3 സ്റ്റേഷനുകൾ പ്രധാനമായും ഉള്ളത്. ആ സ്റ്റേഷനുകളിൽ ഇറങ്ങാനുള്ള സാധ്യത. മറ്റൊന്ന് ഭവ്യ പറഞ്ഞതുപോലെ തന്നെ ട്രെയിനുകൾ ഔട്ടറിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിയെങ്കിൽ ആ സ്റ്റേഷൻ അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ആ സ്റ്റേഷനുകൾ ചുറ്റിപ്പറ്റി അതിൻ്റെ ഔട്ടറുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന, ആ പരിശോധനയാണ് ഏറ്റവും പ്രധാനമായും വേണ്ടത്. മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്, ഒരുപക്ഷെ നാഗർകോവിൽ ഭാഗം വരെ എത്തുകയും അല്ലെങ്കിൽ കന്യാകുമാരി വരെയും, ഈ സർവീസ് അവസാനിക്കുന്ന കന്യാകുമാരി വരെ എത്തുകയും അവിടെ നിന്ന് തിരികെ തിരുവനന്തപുരത്തേക്ക് വീട്ടിലേക്ക് മടങ്ങണമെന്ന ആഗ്രഹത്തോടു കൂടി മറ്റൊരു ട്രെയിനിൽ കയറിയാൽ തിരുവനന്തപുരത്തേക്ക് മാത്രമല്ല ആ ട്രെയിനുകൾ എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇവിടെ നിന്ന് പോകുന്നത് പോലെ അവിടെ നിന്നൊരു ട്രെയിനിൽ കയറിയാൽ നേരെ തിരുവനന്തപുരം ഭാഗത്തേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. ഇടയ്ക്ക് വഴി പിരിയുന്നുണ്ട്. നാഗർകോവിൽ ഭാഗത്ത് നിന്ന് മധുരയിലേക്ക് പോകുന്ന വഴിയുണ്ട്. ട്രാക്ക് 2ആയി തിരിയുകയാണ്. നാഗർകോവിൽ വെച്ച് ട്രാക്ക് 2ആയി തിരിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാഗർകോവിലിൽ നിർത്തിയിട്ടിരിക്കുന്ന ഏതെങ്കിലും ട്രെയിനിൽ കയറി തിരുവനന്തപുരത്തേക്ക് വരാൻ ശ്രമിച്ചെങ്കിൽ ഒരുപക്ഷെ അത് തിരുവനന്തപുരത്തേക്ക് തന്നെ വന്നുകൊള്ളണമെന്നില്ല. മറിച്ച് മധുരയിലേക്ക് പോകുന്ന ട്രെയിനാണെങ്കിൽ ആ വശത്തേക്ക് പോകും. കന്യാകുമാരിയിൽ നിന്നായിരുന്നാലും ആ നിലയ്ക്ക് തന്നെയാണ്. കാരണം കന്യാകുമാരിയിൽ നിന്ന് മധുര വഴി പോകുന്ന ട്രെയിനാണെങ്കിൽ, മധുരയിലേക്ക് പോകുന്ന ട്രെയിനാണെങ്കിൽ നാഗർകോവിൽ എത്തി മറ്റൊരു ട്രാക്കിലൂടെ മധുര ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ്. ഈ പോകുന്ന വഴിയിൽ കുട്ടി താൻ സഞ്ചരിച്ച് വന്ന വഴിയുമായി ഏതെങ്കിലും സാമ്യമുള്ള സ്ഥലം കണ്ട് ഇറങ്ങാനുള്ള സാധ്യത, അല്ലെങ്കിൽ
ഈ കയ്യിൽ അധികം പണമില്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ യാത്ര ചെയ്യാനുള്ള പ്രയാസമുള്ളത് കൊണ്ട് തന്നെ മധുര വരെ എത്തുന്നതിന് മുൻപ് ഏതെങ്കിലും സ്ഥലത്ത് കുട്ടി ഇറങ്ങാനുള്ള ഒരു സാധ്യത. ഇനി മധുരയിലെത്തിയാൽ ഇത് നമ്മൾ ഒരു സാധ്യത, അതിൻ്റെ ഒരു വിദൂര സാധ്യതയാണ് എങ്കിലും പറയുകയാണ്, മധുരയിലെത്തി വീണ്ടും കുട്ടി ഏതെങ്കിലും ട്രെയിനിൽ കയറിയാൽ കൂടുതൽ സങ്കീർണമാകും. കാര്യം മധുരയിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് ട്രെയിനുകൾ പോകുന്നുണ്ട്. അത് രാമേശ്വരത്തേക്ക് പോകുന്നുണ്ട്, ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്, മയിലാടുതുറയിലേക്ക് പോകുന്നുണ്ട്, ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട്. മധുരയിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന ട്രെയിനുകളുണ്ട്. ആ തരത്തിൽ പല വഴികളിലൂടെ ഈ ചെങ്കോട്ട വഴി വരുന്ന ആ ഭാഗത്തേക്ക്, കൊല്ലം ചെങ്കോട്ട റൂട്ടിലേക്ക് എത്തുന്ന ട്രെയിനുകൾ, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് മധുരയിൽ നിന്ന് ട്രെയിനുകൾ പുറപ്പെട്ട് പോകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകൾ, ദീർഘദൂര സർവീസുകൾ മധുരയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. രാജ്യത്ത് തന്നെ വലിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് മധുര റെയിൽവേ സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ ഒന്നാണ് മധുര. മധുരയിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് പോകാൻ കഴിയും. നമ്മൾ പറയുന്നു ഒരു വിദൂര സാധ്യതയാണ്. ഒരുപക്ഷെ നാഗർകോവിൽ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എന്ന് കരുതി കയറുകയോ അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ പിണക്കം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ കണ്ണിൽ കാണുന്ന ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറി യാത്ര ചെയ്യുകയോ ചെയ്താൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് മാത്രമല്ല എത്തുക, മറിച്ച് മധുര ഭാഗത്തേക്ക് പോകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അതുകൂടി പരിശോധിക്കണം. മറ്റൊന്ന്, ഇവിടെ നിന്ന് അവിടേക്കുള്ള യാത്രയിൽ, അത് പാറശാല വരെയൊക്കെ കുട്ടിയെ കണ്ടതായി, നെയ്യാറ്റിൻകര കഴിഞ്ഞ് പാറശാല വരെ കുട്ടി ഉള്ളതായ ചില മൊഴികളുണ്ട്. അതിനപ്പുറത്തേക്ക് കണ്ടതായ സൂചനകളോ ആ തരത്തിലുള്ള വിവരങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കുഴിത്തുറ, ഇരണിയൽ, നാഗർകോവിൽ തുടങ്ങി 3 സ്റ്റേഷനുകൾ, കന്യാകുമാരി എത്തുന്നതിന് മുമ്പുള്ള 3 സ്റ്റേഷനുകൾ, ഈ 3 സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ചുള്ള പരിശോധന കൂടുതൽ ശക്തമാക്കേണ്ടത്. കേരള പോലീസിൻ്റെ കൂടുതൽ സംഘങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വിപുലമായ പരിശോധന നടത്തണം. നമുക്കറിയാം, തിരുവനന്തപുരം ചാക്കയിൽ 2.5 വയസ്സുള്ള നാടോടി ബാലികയെ കാണാതായിട്ട് ആ പരിസരത്ത് തന്നെ കുട്ടി ഉണ്ടായിരുന്നു. റെയിൽവേ ട്രാക്കിനടുത്തുള്ള പൊന്തക്കാട്ടിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ദിവസം മുഴുവൻ തിരഞ്ഞിട്ടും കുഞ്ഞിനെ കാണാത്ത സാഹചര്യമുണ്ടായിരുന്നു. ആ തരത്തിൽ ദുഷ്കരമാണ് തിരച്ചിൽ. നമ്മൾ കരുതുന്നത് പോലെ എളുപ്പമുള്ള കാര്യമല്ല. ഇതെല്ലാം നമ്മൾ ഒരു വശമായി പറയുന്നത്, ഒരു ഭാഗം പറയുന്നത് യാത്ര ചെയ്ത് കുട്ടി എത്താനുള്ള സാധ്യതകളും കുട്ടി പോകാനുള്ള മാർഗങ്ങളുമാണ്. ഒരുപക്ഷെ ട്രെയിനിൽ നിന്നിറങ്ങി ബസ്സിലോ മറ്റോ സഞ്ചരിക്കാൻ, പക്ഷേ പൈസ 40 രൂപ മാത്രമാണ് കയ്യിലുണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ബാഗ് ഉണ്ടായിരുന്നു. അതിനപ്പുറം ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഒരു രാത്രി സമയത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുകയും അവിടെ ആ കുട്ടി ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിൽ കാണണം. ഒരുപക്ഷെ എവിടെയെങ്കിലും അകപ്പെടുത്തിയാൽ, ഏതെങ്കിലും കേന്ദ്രത്തിലേക്കൊക്കെ മാറ്റപ്പെട്ടാൽ ഒരുപക്ഷെ കണ്ടെത്തുക എളുപ്പമല്ല. കുട്ടിയുടെ ഒന്നും സംഭവിക്കാതെ അപായങ്ങളില്ലാതെ അവൾ തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. കാരണം അത്രമാത്രം കേരളം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് ആ കുഞ്ഞ് ആരോഗ്യവതിയായി സുരക്ഷിതയായി തിരിച്ചെത്താൻ. വിനോദ്, സ്വാഭാവികമായും ഉയർന്നൊരു സംശയമാണ്, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബബിതി അടക്കം യാത്ര ചെയ്തത് സ്ലീപ്പർ കോച്ചാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഒരു പക്ഷേ ചിലപ്പോൾ സ്ഥിരം യാത്രക്കാർ ആ ട്രെയിനിനെ സ്ഥിരമായി ആശ്രയിക്കുന്ന യാത്രക്കാരുണ്ടാകും. അതിലാരെങ്കിലും, ആ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഈ പെൺകുട്ടിയെ കണ്ടതായി ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എവിടെയാണ് ഇവൾ ഇറങ്ങിയത് എന്നുള്ള ഒരു സൂചനയെങ്കിലും അത്തരത്തിലുള്ള സ്ഥിരം യാത്രക്കാർക്ക് ആർക്കെങ്കിലും നൽകാൻ സാധിച്ചാൽ അത് ഒരു പക്ഷേ വലിയ സഹായകമാകും അന്വേഷണ സംഘത്തിനടക്കം. ഇവൾ എവിടെയാണ് ഇറങ്ങിയത് എന്നാൽ ആ സ്ഥലം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ ഒരുപക്ഷെ സഹായകമായേക്കാം. അത്തരത്തിൽ സ്ഥിരം യാത്രക്കാരെ കുറിച്ചുള്ള ഒരു അന്വേഷണം RPFന്റെയോ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതെന്തെങ്കിലും അതിനെക്കുറിച്ച് സൂചന വല്ലതും ലഭിച്ചിട്ടുണ്ടോ വിനോദന? പാറശാല ഭാഗം വരെ പെൺകുട്ടി സഞ്ചരിച്ചെത്തി എന്നത് ഈ ഇത്തരം മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ എവിടെ ഇറങ്ങി എന്നത് സംബന്ധിച്ചുള്ള അവ്യക്തതയാണ് തുടരുന്നത്. അത് കന്യാകുമാരിയിൽ ഇറങ്ങിയോ എന്ന സംശയമായിരുന്നു പ്രബലം. പക്ഷേ അങ്ങനെ ഒരു പരിശോധന നടത്തുമ്പോൾ ഇതുവരെ CCTV ദൃശ്യങ്ങളിൽ, റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത്തരമൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കന്യാകുമാരിയിൽ എത്തിയിട്ടില്ല എന്നൊരു നിഗമനത്തിലേക്ക് കൂടി കാര്യങ്ങൾ ചെന്നെത്തുന്നുണ്ട്. ഏത് ഭാഗത്തിറങ്ങിയാലും CCTV ഉണ്ട്. അതുകൊണ്ട് തന്നെ കന്യാകുമാരിയിൽ എത്തിയെങ്കിൽ അത് കാണാനുള്ള സാധ്യത, പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഔട്ടറിൽ ട്രെയിൻ നിർത്തിയിടുകയും അവിടെയൊക്കെ ഇറങ്ങാനുള്ള സാധ്യതകൾ അതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, കുട്ടി സഞ്ചരിച്ചത് ആ ദിശയിൽ തന്നെ എന്നത് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. അതിന് ഏറ്റവും വലിയ തെളിവായി മാറിയത് ആ ഫോട്ടോയാണ്. യാത്രക്കാരി ബബിത പകർത്തിയ ചിത്രങ്ങൾ, അത് ഈ കുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ തെളിവാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ഫോട്ടോ കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ, ആ ചിത്രം കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ എവിടേക്കാണ് കുട്ടി പോയതെന്ന് പോലും
ഈ ഘട്ടം വരെ ഒരുപക്ഷെ കണ്ടെത്താൻ കഴിയുമായിരുന്ന സാഹചര്യം ഉണ്ടായിരിക്കില്ല. കാരണം തിരുവനന്തപുരത്തെയും കഴക്കൂട്ടത്തെയും ഒക്കെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അതിൻ്റെ സമയം വീണ്ടും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ സഞ്ചരിച്ച വഴി ഏതാണ് എന്നത് സ്ഥിരീകരിച്ചിരിക്കുന്നു. എവിടെ കുട്ടി ഇറങ്ങി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എവിടെയാണ് ആ ട്രെയിനിൽ നിന്ന് കുട്ടി ഇറങ്ങിയത്, അത് കണ്ടെത്തുക, അത് ട്രാക്ക് ചെയ്യുക, ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കുഴിത്തുറയാണോ, അത് ഇരണിയലാണോ, അത് നാഗർകോവിലാണോ, അല്ലെങ്കിൽ ഏറ്റവും അറ്റത്ത് ആ യാത്ര അവസാനിക്കുന്ന കന്യാകുമാരിയിലാണോ കുട്ടി ഇറങ്ങിയത്? ഇതൊന്നുമല്ലാതെ ട്രെയിൻ മറ്റെവിടെയെങ്കിലും നിർത്തിയെങ്കിൽ ആ സ്ഥലത്ത് ഇറങ്ങിയോ? അവിടെ മുതലാണ് ഇനിയുള്ള അന്വേഷണം ആരംഭിക്കേണ്ടത്. ആദ്യം കണ്ടെത്തേണ്ടത് കുട്ടി ഇറങ്ങിയ സ്ഥലം ഏത് എന്നതാണ്. അതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഇനിയുള്ള നടപടി. ആ നടപടി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുക എന്നതാണ്. കാരണം ട്രെയിനിൽ നിന്ന് കുട്ടി ഇറങ്ങി എന്നത് വ്യക്തമാണ്. പിന്നീട് കണ്ടെത്തേണ്ടത് ആ സ്ഥലം. പിന്നീട് ആ സ്ഥലം കണ്ടെത്തിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. എവിടേക്കാണ് പോകുന്നത്, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ, അവിടുത്തെ ആളുകളുടെ മൊഴികൾ, അവിടെ നിന്ന് കുട്ടി പോകാൻ സാധ്യതയുള്ള ഇടങ്ങൾ, കുട്ടി ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ, പരിചിതമല്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ കൂടുതൽ സങ്കീർണമായ ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സാധ്യത കുറവാണ്. 13 വയസ്സുള്ള കുട്ടിയാണ്, അസം സ്വദേശിയാണ്, മറ്റു ഭാഷകൾ വശമില്ല, കയ്യിൽ കൂടുതൽ തുകയില്ല, മൊബൈൽ ഫോണില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒറ്റയ്ക്ക് കൂടുതൽ ദൂരം പോകാനുള്ള സാധ്യത, വീട്ടിൽ നിന്ന് പെട്ടെന്നൊരു പ്രകോപനത്തിൻ്റെ പേരിൽ പിണങ്ങിയിറങ്ങിയതാണ്, അമ്മ ശകാരിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, വീട് വിട്ടു പോയതാണ്. അതുകൊണ്ട് തന്നെ ഈ തരം കാര്യങ്ങൾ, കുട്ടി ഇറങ്ങിയതെവിടെ, ആ ഇറങ്ങിയ സ്ഥലം വേഗത്തിൽ കണ്ടുപിടിച്ച് കുട്ടി പോകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ അപകടകരമായ സ്ഥലങ്ങൾ, അത് പ്രത്യേകിച്ച് ഈ രാത്രികാലത്ത് എത്തിയാൽ അവിടെയുള്ള സംഘങ്ങൾ ഏതൊക്കെയാണ്, അവിടെ ക്രിമിനൽ ആക്ടിവിറ്റികൾ നടക്കുന്ന ഇടമാണോ, അങ്ങനെയുള്ള ക്രിമിനൽ സംഘങ്ങളുണ്ടോ, അവരുടെ നീക്കങ്ങൾ, അത് ആരൊക്കെയാണ് അവിടുത്തെ ഈ ക്രിമിനലുകൾ എന്ന കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്ത് വളരെ പെട്ടെന്ന് എത്തുക എന്ന ഒരു കാര്യമുണ്ട്. അതിന് 3 സേനാ വിഭാഗങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഘട്ടമാണ്. കേരള പോലീസ്, തമിഴ്നാട് പോലീസ്, അതോടൊപ്പം തന്നെ RPF. ഇതിലേതെങ്കിലും ഒരു സേനാ വിഭാഗത്തിൻ്റെ അലംഭാവമോ ഉദാസീനതയോ ഈ കേസിനെ ബാധിക്കും, അന്വേഷണത്തെ ബാധിക്കും. നമ്മൾ വീണ്ടും പറയുന്നു, ഗോൾഡൻ അവർ എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കേസിൻ്റെ ആദ്യഘട്ടത്തിൽ പറയപ്പെടുന്ന ഒരു നില, അത് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ആദ്യ മണിക്കൂറുകളാണ്. ആ മണിക്കൂറുകളിൽ കിട്ടുന്ന ഏറ്റവും നിർണായകമായ തെളിവുകൾ, ഒരുപക്ഷെ പിന്നീട് തെളിവുകൾ നഷ്ടപ്പെട്ടു പോകാം, മൊഴികളിൽ മാറ്റമുണ്ടാകാം, സമയം കഴിയും തോറും കൂടുതൽ സങ്കീർണതകൾ വന്നു ചേരാം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇതുവരെയുള്ള ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും അടിസ്ഥാനമാക്കി പെൺകുട്ടി എവിടെ ഇറങ്ങിയിരിക്കാം, പിന്നീട് എങ്ങോട്ട് പോയി തുടങ്ങിയ കാര്യങ്ങൾ വളരെ വേഗം കണ്ടെത്തുക എന്ന ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ്. അതൊരു ശ്രമകരമായ ദൗത്യം തന്നെയാണ്, ആവർത്തിച്ച് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് സേനാ വിഭാഗങ്ങളെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് ചെയ്യേണ്ട, വളരെ വേഗത്തിൽ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമാണ്. ഒരു 13-കാരിയെ കാണാതായിരിക്കുമ്പോൾ അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ ഈ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഭവ്യ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വിനോദ് ദയവായി തുടരുക. ഏറ്റവും പ്രധാനമായി വിനോദ് സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഗോൾഡൻ ഹവേഴ്സിലൂടെയാണ്. ഈ പെൺകുട്ടിയെ സുരക്ഷിതയാക്കി നമുക്ക് തിരിച്ച് അവളുടെ മാതാപിതാക്കളുടെ കൈകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിന് വരും മണിക്കൂറിൽ ഉള്ള അന്വേഷണം അത് വളരെ നിർണായകമാണ്. ഇനിയും സമയം വൈകിക്കൂടാ. അവൾ എവിടെയാണ് ഇറങ്ങിയത് എന്നുള്ളത് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ സംഘത്തിന് മുൻപിലുള്ളത്. കാരണം അവൾ എവിടെയാണ് ഇറങ്ങിയത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് ആ പെൺകുട്ടി എങ്ങോട്ടാണ് പോയത്, അവൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ ഒരുപക്ഷെ CCTVയുടെ സഹായത്തോടു കൂടി വളരെ വേഗം അവളിലേക്ക് എത്താൻ, തസ്മിതിലേക്ക് എത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവൾക്ക് ഭാഷയെ അറിയില്ല. വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ്. സ്വാഭാവികമായും അവൾ ഇറങ്ങുന്ന സ്ഥലത്ത് അവൾക്ക് ആ നാട് പരിചയമില്ല, അവിടുത്തെ ആളുകളെ പരിചയമില്ല, അവിടുത്തെ സ്ഥലങ്ങൾ പരിചയമില്ല. അതുകൊണ്ട് തന്നെ അവളുടെ മുഖത്ത് ആ ഒരു ഭയമുണ്ടാകും, ആശങ്കയുണ്ടാകും, താൻ എന്ത് ചെയ്യണമെന്നുള്ളൊരു ആശങ്കയുണ്ടാകും. അവൾ ഒറ്റയ്ക്കാണ് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അവളെ കണ്ടെത്തുക അത് വളരെ പെട്ടെന്ന് സാധിക്കും. അവൾ എവിടെയാണ് ഇറങ്ങിയത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിനായിട്ടാണ് പോലീസ് വലിയ വെല്ലുവിളി ഇപ്പോൾ നേരിടുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ 2 നമ്പറിൽ എവിടെയെങ്കിലും തസ്മിതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ വേഗം ആ നമ്പറിൽ അറിയിച്ച് കൃത്യമായി ഉദ്യോഗസ്ഥർക്ക് വിവരം കൈമാറുക. അങ്ങനെയാണെങ്കിൽ വളരെ വേഗം നമുക്ക് ആ പെൺകുട്ടിയിലേക്ക് എത്തും. കാരണം ഒരു ദിവസം പിന്നീടിരിക്കുന്നു നമ്മൾ തസ്മിത് എവിടെയെന്നുള്ള ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി എങ്ങോട്ടാണ് പോയതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. അവൾക്ക് വിശക്കുന്നുണ്ടാകും. കുട്ടിയുടെ കൈകളിൽ ഭക്ഷണം വാങ്ങിക്കഴിക്കാനുള്ള പൈസയില്ല. അവൾക്ക് ഭാഷ അറിയില്ല. അപ്പോൾ വലിയ
പ്രശ്നങ്ങളിലേക്ക് കടക്കാതെ ബുദ്ധിമുട്ടുണ്ടാവാതെ അവളെ വളരെ വേഗം സുരക്ഷിതയാക്കി നമുക്ക് തിരിച്ചെത്തിക്കണം. ഭക്ഷണം കഴിക്കാതെ എവിടെയെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. ബസ്സിൽ കയറി യാത്ര ചെയ്തു നമുക്കറിയില്ല. ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. തസ്മിദിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ സ്വാഭാവികമായും ആളുകൾക്കുണ്ടാകും. അപ്പോൾ എന്തെങ്കിലും ഒരു സൂചന നിങ്ങൾക്ക് ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ട് എങ്കിൽ, അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ വളരെ വേഗം അത് ഉദ്യോഗസ്ഥരെ അറിയിക്കുക. ഏറ്റവും പ്രധാനമായി ഇത് നമ്മളുടെ നാടല്ല, മറ്റൊരു സംസ്ഥാനത്ത് ആണ് ഈ കുട്ടി പോയിരിക്കുന്നതെങ്കിൽ അത് വലിയ വെല്ലുവിളികളിലേക്ക് കാര്യങ്ങൾ കടക്കും. കാരണം കേരളത്തിലാണെങ്കിൽ ഒരു പക്ഷേ എത്രയും പെട്ടെന്ന് ഏതൊരാളും ഈ വാർത്ത അറിയുന്ന ഏതൊരാളും ചുറ്റുമൊന്ന് നോക്കും ഇവിടെ എവിടെയെങ്കിലും തസ്മീദ് ഉണ്ടോ എന്ന്. പക്ഷേ ഇത് നമ്മുടെ നാടല്ല, മറ്റൊരു സ്ഥലത്തേക്കാണ് എന്ന് പറയുന്നു. കേരളത്തിന്റെ അതിർത്തി വിട്ടിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും കണ്ടെത്തുക വലിയ സങ്കീർണമാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥർ, നമ്മുടെ സേനാ വിഭാഗങ്ങൾ വലിയ ജാഗ്രതയിലാണ്. അവർ വലിയ പരിശ്രമത്തിലാണ് തസ്മീദിനെ കണ്ടെത്താനായി. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ വിവരം ഉദ്യോഗസ്ഥർക്ക് നൽകിയത് ബബിതയാണ്. ആ ട്രെയിനിലെ യാത്രക്കാരിയാണ്. ബബിത കൃത്യമായി പറയുന്നുണ്ട്. ബബിത നൽകിയ ഫോട്ടോയാണ് തസ്മീദിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാന സൂചന ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. ഒരുപക്ഷെ ആ ഫോട്ടോ ഇല്ലായിരുന്നുവെങ്കിൽ, ബബിതയ്ക്കൊരു സംശയം തോന്നിയില്ലായിരുന്നുവെങ്കിൽ, ഫോട്ടോ എടുക്കാൻ തോന്നിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും നമ്മൾ തസ്മീദ് എങ്ങോട്ട് പോയി എന്ന് പോലും അറിയാതെ, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെ കുഴങ്ങുമായിരുന്നു. അവിടെ നിന്ന് നമ്മളെ രക്ഷിച്ചത്, ഉദ്യോഗസ്ഥരെ രക്ഷിച്ചത് കൃത്യമായ ബബിതയ്ക്ക് തോന്നിയ ആ ഒരു സംശയമാണ്. ബബിതയുടെ വാക്കുകളിലേക്ക്. ഞങ്ങള് തമ്പാനൂരിൽ നിന്ന് ട്രെയിനിൽ കയറി നെയ്ത്തിങ്കരിയിൽ ഞാൻ ഇറങ്ങി. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ കുട്ടി ഇരിക്കുന്ന ട്രെയിൻ ഇരിക്കുന്ന കണ്ടു, കരയുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പൊ എനിക്ക് എന്തോ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാമെന്ന് തോന്നി അങ്ങനെ വെച്ചിരുന്നതാണ്. വേഷധാരണം കണ്ടപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് പോലെ തോന്നി, അങ്ങനെ എടുത്തതോ. കരയുന്നുണ്ടായിരുന്നു, പക്ഷെ ധൈര്യം ഉണ്ടായിരുന്നു. അവളെ കാണുമ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ട്രെയിൻ ഇതിന് മുന്നേ ശീലിച്ചിട്ടുണ്ട്, സ്ഥിരം വന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ വസ്ത്രധാരണം മാത്രം പെട്ടെന്നെന്തോ ഇറങ്ങി വന്നതുപോലെ തോന്നിയതേ ഉള്ളൂ. അല്ല, നല്ല ധൈര്യമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പോ ഞാൻ കരുതിയില്ല ഇങ്ങനത്തെ ഒരു കുട്ടിയായിരിക്കും, സ്ഥിരം പോയി വരാറുള്ള ഒരു കുട്ടി എന്നാണ് ആദ്യം കരുതിയത്. ചിലപ്പോ വീട്ടിൽ നിന്നെല്ലാം പിണങ്ങി വന്നതായിരിക്കുമോ, അറിയാവുന്നവരെങ്കിലും വീട്ടിൽ പോകുന്നതായിരിക്കും, അങ്ങനെയാണ് എടുത്തത്. എനിക്കറിയത്തില്ല. ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല. കുട്ടി അങ്ങനെ സംസാരിക്കാനൊന്നും തോന്നില്ല. ഞങ്ങൾ 3 പെൺകുട്ടികൾ ഇരുന്നിട്ട് പോലും ഞങ്ങൾക്കൊന്നും ചോദിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞങ്ങളുടെ മുഖത്തു കൂടി നേരെ നോക്കിയില്ല, അങ്ങനെ ദൂരെ നോക്കി ഇരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ ആദ്യം ഒരു സീറ്റ് ഇരുന്നിട്ട് പിന്നെ ഞാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നതാണ്. പിന്നെ വന്നു അപ്പോ അവൾ അവിടെ ഇരിക്കുന്ന കണ്ടു. കൂടെ ഇരുന്ന ഫ്രണ്ടാണ് പിന്നെ പറഞ്ഞത് അവൾ അവിടെ നിന്നാണ് കയറിയത്, നമ്മുടെ കൂടെ കയറിയ കുട്ടിയാണെന്നാണ് അവള് പറഞ്ഞത്. 40 രൂപ അവളുടെ കയ്യിലുണ്ടായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചു. ഒരു ടിക്കറ്റ് കൂടെ കയ്യിലുണ്ടായിരുന്നു, ബസ്സിന്റെ ടിക്കറ്റ് ആണെന്നാണ് തോന്നുന്നത്. ഒരു പേപ്പർ കൊണ്ടും പിന്നെ ഒരു 40 രൂപ നല്ല ചുരുട്ടി കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു പൈസ. അത് ആ ഫോട്ടോയിലുണ്ട് കറക്റ്റ് ആയിട്ട്. ബാഗ് കയ്യിലുണ്ടായിരുന്നു, പൊടിയൊക്കെ ആയിരുന്നു ബാഗ്. എവിടെയോ വീണിട്ട് എഴുന്നേറ്റ പോലെ ബാഗ് മൊത്തം പൊടിയായിരുന്നു. നോർമലി എക്സ്പ്രസ് വരുന്നത് 12:30-ക്കാണ്. പക്ഷെ അന്ന് വന്നപ്പോ ഒരുപാട് ലേറ്റ് ആയി. ഒരു മണിയായി തമ്പാനൂർ എത്തിയപ്പോ തന്നെ. പിന്നെ ഒരു 1:30-ക്കിടയിൽ ട്രെയിൻ എടുത്ത് ഞാൻ ഏറ്റിങ്ങി ഇറങ്ങുകയും ചെയ്തു. ഇതിനിടയിലായിരുന്നു കണ്ടത് സംഭവം. ഇവിടെ നല്ല കാറ്റായിരുന്നു. അപ്പൊ ഞാനൊന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് യൂട്യൂബിൽ നോക്കിയപ്പോ ലൈവ് കണ്ടോണ്ടിരുന്നപ്പോ ഇങ്ങനെ ഒരു കുട്ടിയെ കാണാനില്ല. അപ്പൊ എനിക്ക് തോന്നി എന്റെ കയ്യിലിരുന്ന കുട്ടിയല്ലേ. അങ്ങനെ ഞാൻ വിളിച്ചതാണ് പോലീസിനെ. രണ്ടാം അമ്മയിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരത, മർദ്ദനത്തെ തുടർന്നാണ് 13 വയസ്സുകാരി വീട് വിട്ടതെന്ന് അയൽവാസിയുടെ വെളിപ്പെടുത്തൽ. ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരെയും അവർ അറിയിച്ചിട്ടുണ്ട്. അൻവർ ഹുസൈന്റെ ആദ്യ ഭാര്യയിലുണ്ടായ മക്കളാണ് വാഹിദും കാണാതായ തസ്മിദ് തംസവും. തുടർച്ചയായി വീട്ടിൽ നിന്ന് കുട്ടിയുടെ കരച്ചിൽ കേൾക്കാറുണ്ടെന്ന് അയൽവാസി ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇപ്പോൾ ഈ അയൽവാസിയായിട്ടുള്ള ഒരാൾ എന്നോടൊപ്പം ചേരുന്നു. താങ്കളുടെ പേര്? അനീഷ്. നിങ്ങൾ എത്ര നാളായി ഇവിടെ? 1.5 വർഷമായി. 1.5 വർഷമായി. ഇവരെ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 ആയിട്ടുള്ളൂ. ഇവരുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? നിങ്ങൾ ഇവരുടെ സാഹചര്യം കാരണം 1.5 ആഴ്ച കൊണ്ട് ഇവർ കുട്ടികളെ മാത്രമേ പുറത്തോട്ട് ഇറങ്ങാറുള്ളൂ. ഈ കാണാതായ കുട്ടികളും ഇതിന്റെ താഴെ വേറെ 2 കുട്ടികളുണ്ട്. ഇവർ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയും ചെയ്യും. ഈ കാണാതായ കുട്ടി അങ്ങനെ പുറത്തോട്ട് അധികം വരാറുള്ളായിരുന്നു? വരാറുണ്ട്. ഈ കുട്ടിയുടെ തന്നെ അമ്മയാണോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ റൂമർ കേൾക്കുന്നുണ്ട്. കാരണം ഇത് അദ്ദേഹത്തിന്റെ 2ാം ഭാര്യ എന്നാണ് കേൾക്കുന്നത്. കാരണം ആദ്യ ഭാര്യയിലെ കൊച്ചാണ് ഇപ്പൊ മിസ്സായിട്ടുള്ളത്. അതുപോലെ സഹോദരൻ എന്ന് പറഞ്ഞില്ലേ, അത് ആദ്യ ഭാര്യയിലുള്ള. അവർ 2 പേരാണ് ആദ്യ ഭാര്യയിലുള്ളത്. ഇത് 2ാമത്തെ ഭാര്യ. അതായത് ഈ കുട്ടിയുടെ 2ാം അമ്മയാണ് ഈ അൻവർ ഹുസൈനുള്ള ഇപ്പം ഉള്ളത്. അതെ. ഈ കുഞ്ഞ് ഏതെങ്കിലും തരത്തിൽ മർദ്ദനമല്ലോ അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും. കാരണം എന്റെ തൊട്ട അയൽവാസിയുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. കാരണം അദ്ദേഹം പറഞ്ഞു, കാരണം ഭയങ്കര കരച്ചിലായിരുന്നു അടി കൊടുത്തിട്ട്.
കാരണം അതായത് ഇത് ഇപ്പൊ നിലവിലുള്ള ഭാര്യയുടെ 2 മക്കളുണ്ട്, ചെറിയ മക്കളുണ്ട്. ഈ ചെറിയ മക്കളും ഇപ്പൊ മിസ്സായ കുട്ടിയായിട്ട് വഴക്കുണ്ടായി. ഈ വലിയ ഇപ്പൊ മിസ്സായ കുട്ടി ഈ താഴത്തെ കുട്ടിയെ അടിച്ചു. അതിന്റെ ദേഷ്യത്തിലാണ് ഈ തള്ള വന്ന് ഈ മൂത്ത കുട്ടിയെ അടിച്ചതും അത് ഇറങ്ങിപ്പോകാൻ കാരണം. അല്ലാതെ മർദ്ദിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ മർദ്ദിച്ചെന്നാണ് അയൽവാസി പറഞ്ഞത്. നമ്മൾ കണ്ടില്ല, പക്ഷെ നല്ല രീതിയിൽ മർദ്ദിച്ചെന്നാണ്. കാരണം അത്രത്തോളം വിളി അങ്ങോട്ട് കേട്ടെന്നാണ് പറയുന്നത്. ഭയങ്കര തൊട്ട അയൽവാസിയുണ്ട്. അത്രയും കരച്ചിൽ കേട്ടു. അത്രയും കരച്ചിൽ കേട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപക്ഷേ നമ്മൾ ഇതുവരെ കരുതിയിരുന്ന പോലെയല്ല സാഹചര്യങ്ങൾ. ആ കുടുംബവുമായി ബന്ധപ്പെട്ട പോലീസ് ഇങ്ങനെ അന്വേഷണം വിശദമായ തരത്തിലേക്ക് നടത്താനിടയായ സാഹചര്യവും അത് തന്നെയായിരിക്കും. നമ്മൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്, ആദ്യം ഈ വാർത്ത വന്ന സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനമായി അമ്പയുമായുള്ള ഒരു വഴക്കിന്റെ പുറത്ത് സഹോദരനുമായുള്ള തർക്കത്തെ തുടർന്നാണ് ഈ തസ്മിത് തംസം എന്ന 13-കാരി വീട് വിട്ടിറങ്ങിയെന്നാണ്. പക്ഷേ പിന്നീടാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കുര്യൻ അവിടുത്തെ അയൽവാസിയുമായി സംസാരിച്ചപ്പോഴാണ് അങ്ങനെയല്ല സാഹചര്യം. ഇത് ഈ കുട്ടിയുടെ വീട്ടിലുള്ളത് കുട്ടിയുടെ രണ്ടാനമ്മയാണ്. രണ്ടാനമ്മ കുട്ടിയെ മർദ്ദിക്കാറുണ്ടായിരുന്നു. ഈ മർദ്ദനം സഹിക്കവയ്യാതെയാവാം ഒരു പക്ഷേ കുഞ്ഞ് വീട് വിട്ടിറങ്ങിയത് എന്നാണ് അയൽവാസി ഞങ്ങളുടെ റിപ്പോർട്ടറുമായി പങ്കുവച്ച വിവരം. പക്ഷേ എന്തായാലും അത് അത്തരത്തിലാണെങ്കിൽ പോലും അത് നമുക്ക് ആദ്യം വേണ്ടത് ഈ തസ്മിതിനെ കണ്ടെത്തുക എന്നതിന് ശേഷം എന്തിനാണ് ഈ കുഞ്ഞ് വീട് വിട്ടിറങ്ങിയത് നമ്മൾക്കറിയണം. രണ്ടാനമ്മയുടെ മർദ്ദനം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളത് അതൊക്കെ മറ്റ് ഒരു തലമാണ്. പക്ഷേ അവിടേക്ക് എത്തുന്നതിന് മുൻപ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ആദ്യം വേണ്ടത് വളരെ പെട്ടെന്ന് തസ്മിതിനെ, സമയം വൈകാതെ ഈ ഗോൾഡൻ അവറിൽ തന്നെ തസ്മിതിനെ കണ്ടെത്തുക എന്നതാണ്. വളരെ വേഗം ഈ വാർത്തയിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. തസ്മിത് കാണാമറയത്താണ്. ഒരു ദിവസം പിന്നിട്ടിരിക്കുകയാണ് തസ്മിതിനെ കാണാതായിട്ട്. അന്വേഷണം ഇപ്പോൾ കന്യാകുമാരിയിലെ അന്വേഷണം വഴിമുട്ടിയിരിക്കുന്നു. രാവിലെ തന്നെ 5:30 ഒരു ഓട്ടോ ഡ്രൈവർ ഈ കുഞ്ഞിനെ തസ്മിതിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് വലിയ ആശ്വാസത്തിലായിരുന്നു ആ വിവരത്തെ എടുത്തത്. കാരണം 5:30 വരെ അവൾ സുരക്ഷിതയാണല്ലോ എന്ന് നമ്മൾ വളരെ ആശ്വാസത്തോടു കൂടിയുള്ള റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. പക്ഷേ ഇപ്പോഴിതാ അന്വേഷണ സംഘം പറയുന്നു, CCTV തെളിവുകൾ പറയുന്നു, ഇറങ്ങിയിട്ടില്ല, കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടില്ല തസ്മിത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഓട്ടോ ഡ്രൈവറുടെ മൊഴി അത് വിശ്വാസത്തിലെടുക്കാൻ, സ്ഥിരീകരിക്കാൻ നിലവിൽ സാധിച്ചിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് തസ്മിത് എന്നുള്ള ചോദ്യം നമ്മൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി നെയ്യാറ്റിൻകര വരെ, തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവൾ ആ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര വരെ അവൾ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു. പക്ഷേ കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടില്ല എങ്കിൽ അതിന്റെ അടുത്തുള്ള 3 സ്റ്റേഷനുകളിൽ ഇപ്പോൾ അന്വേഷണ സംഘം കൃത്യമായി CCTV പരിശോധിക്കുന്നുണ്ട്. ആ ഏതെങ്കിലും 3 സ്റ്റേഷനുകളിൽ ഏതെങ്കിലും ഇറങ്ങിയോ തസ്മിത? അതല്ല എങ്കിൽ അതിനു മുൻപുള്ള എവിടെയെങ്കിലും ട്രെയിൻ പിടിച്ചിട്ട സമയത്ത് അവിടെ എവിടെയെങ്കിലും ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. രാപ്പകലില്ലാതെ അന്വേഷണ സംഘം തസ്മിതിന് പിറകെയുണ്ട്. ഉടൻ തന്നെ ആ കുഞ്ഞിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ്. കേരളത്തിലേക്ക് അഭയം തേടി വന്ന അതിഥി തൊഴിലാളിയുടെ മകളാണ്. ആ കുഞ്ഞിനെ, ആ അതിഥി തൊഴിലാളിയെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥരടക്കം ഇവിടുത്തെ മാധ്യമങ്ങളടക്കം ഒറ്റക്കെട്ടായി ആ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, ഇവിടുത്തെ മന്ത്രിമാരടക്കം നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഒന്നാകെ ആ കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കാനുള്ള ശ്രമങ്ങൾ ഇന്നലെ മുതൽ നടത്തുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, തമിഴ്നാട് പോലീസുണ്ട്, RPF ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും സംയുക്തമായിട്ടുള്ള തിരച്ചിലാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയും പ്രധാനമായി കുറെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്. ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത്, ഈ പെൺകുട്ടി ട്രെയിനിൽ സഞ്ചരിച്ചു എന്നതിന് കൃത്യമായ തെളിവ് നമ്മളുടെ കൈകളിലുണ്ട്. ആ ഫോട്ടോ തന്നെയാണ് ഏറ്റവും അടിസ്ഥാനമായ തെളിവ്. അവൾ ആ ട്രെയിനിലുണ്ടായിരുന്നു. 40 രൂപയും ഒരു മുഷിഞ്ഞ ബാഗും മാത്രമേ അവളുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ള നമ്മൾ കണ്ടതാണ്. അത് തന്നെയാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നതും. കാരണം വെറും 40 രൂപ വെച്ച് ഒരു ദിവസം മുഴുവൻ ആ കുട്ടിക്ക് തള്ളി നീക്കേണ്ടതുണ്ട്. കൂടുതൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള കഴിവില്ല. വെറും 13 വയസ്സുള്ള പെൺകുട്ടി മാത്രമാണ് അവൾ. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോകണം, ഈ നാട് അവൾക്ക് പരിചയമില്ല. കേരളത്തിലേക്ക് എത്തിയിട്ട് വെറും 2 ആഴ്ച 3 ആഴ്ചയായിട്ടേ ഉള്ളൂ ആ പെൺകുട്ടിയുടെ കുടുംബവും ആ പെൺകുട്ടിയും കേരളത്തിലെത്തിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ നാടും തമിഴ്നാടും ഒന്നും അവൾക്ക് പരിചയമില്ല. ഇവിടുത്തെ ഭാഷ പരിചയമില്ല, ഇവിടുത്തെ ആളുകളെ പരിചയമില്ല. ഒരു പക്ഷേ തനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചോദിക്കണമെങ്കിൽ പോലും അവൾക്ക് ഭാഷ പരിചയമില്ല. അവൾ കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ പോലും ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിലായിരുന്നുവെങ്കിൽ ഏതൊരാളും ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഒന്ന് സംശയത്തോടു കൂടി നോക്കും. ഇത് നമ്മളെ കുറച്ച് മുൻപ് വാർത്തയിൽ കണ്ട തംസിതാണോ എന്ന് നോക്കുന്നവരാണ് മലയാളികൾ. പക്ഷേ
തമിഴ്നാട്ടിലായതുകൊണ്ട് അത്തരത്തിലൊരു സാഹചര്യം എത്രമാത്രം ഉണ്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ വേഗം നമുക്ക് തംസത്തിലേക്ക് എത്തിയേ മതിയാകൂ, അവളെ തിരിച്ച് സുരക്ഷിതയാക്കി കേരളത്തിൽ എത്തിച്ചേ മതിയാകൂ. വി അരുൺ ചേരുന്നുണ്ട് കന്യാകുമാരിയിൽ നിന്നും. അരുൺ, നാഗർകോവിലാണ്. നാഗർകോവിൽ നിന്നാണ് ഇപ്പോൾ അരുൺ ചേരുന്നത്. അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കന്യാകുമാരിയിലെ തെരച്ചിൽ വഴിമുട്ടിയിരിക്കുകയാണ്. അരുൺ ഇപ്പോൾ നാഗർകോവിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ ട്രെയിനിൽ ആ കുഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമാണോ നടക്കുന്നത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അരുൺ? ആ പെൺകുട്ടി കന്യാകുമാരിയിൽ വന്നിട്ടില്ല എന്ന് ഏറെക്കുറെ പോലീസ് ഉറപ്പിക്കുന്നു. 16 CCTV ആണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന 16 CCTVയും വിശദമായി തന്നെ കേരള പോലീസ് സംഘവും RPFും പരിശോധിച്ചു. ഇതിലൊന്നും ഈ പെൺകുട്ടി അവിടെ വന്ന് ഇറങ്ങിയതിന് തെളിവില്ല. ഇന്നലെ വൈകിട്ട് 3:30 കൂടിയാണ് ആ ട്രെയിൻ അവിടെ എത്തേണ്ടിയിരുന്നത്. ആ ട്രെയിനിൽ പെൺകുട്ടി എത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. പക്ഷേ അതിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ പരിശോധന അവസാനിപ്പിച്ചു. കഴക്കൂട്ടം SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ തുടരുന്നുണ്ട്. പക്ഷേ അവിടെ ഇനി പരിശോധിക്കാൻ ഒന്നുമില്ല. ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴി മാത്രമായിരുന്നു ആകെ പെൺകുട്ടി അവിടെ എത്തി എന്നുള്ളതിനെ ഒരു സാക്ഷി ആയി ഉണ്ടായിരുന്നത്. പക്ഷെ അത് ആ മൊഴി വിശ്വസിക്കുന്നില്ല പോലീസ്. അത് പൂർണ്ണമായും കളവാണ്. ആ ഓട്ടോ ഡ്രൈവറുടെ വിശ്വാസത്തിൽ പോലീസിന് മാത്രമല്ല നാട്ടുകാർ പോലും സംശയം പ്രകടിപ്പിച്ചതുകൊണ്ട് തന്നെ അവർ അവിടെയുള്ള ദൌത്യം കൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ പാറശാല വരെ പെൺകുട്ടി ട്രെയിനിലുണ്ടായിരുന്നതായി സ്ഥിരീകരണമുണ്ട്. ബബിത എന്ന വിദ്യാർത്ഥിയാണ് നെയ്യാറ്റിൻകര വെച്ച് പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തത്. അതിനുശേഷം പാറശാല വരെ ഉണ്ടായിരുന്നുവെന്ന് ബബിതയ്ക്കൊപ്പം യാത്ര ചെയ്യുന്നവർ അവരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പാറശാലയിൽ ട്രെയിൻ ഇറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനുശേഷമുള്ള സ്റ്റേഷനുകൾ കുഴുത്തുറയും ഇരണിയിലും ഒക്കെയാകും ഇറങ്ങാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ നാഗർകോവിൽ. കുഴുത്തുറ പരിശോധന നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. കുഴുത്തുറ ഇറങ്ങിയിട്ടില്ല എന്ന നിഗമനത്തിലാണ് പോലീസ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇരണിയിൽ പരിശോധന നടത്തും. അതിനുശേഷം നാഗർകോവിലാണ് പ്രധാനപ്പെട്ട ഒരു വലിയ സ്റ്റേഷൻ. ഒരുപക്ഷെ പെൺകുട്ടി ഇവിടെ ഇറങ്ങിയിരിക്കാം എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അല്ലെങ്കിൽ CCTV ഒന്നും പെടാതെ പോകാനുള്ള സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പരിശോധന ഇവിടേക്കാണ് അന്വേഷണ സംഘം വരുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മാത്രമല്ല ഈ RPFന്റെ ഭാഗത്തുനിന്ന് കാര്യമായ സഹകരണം ഈ അന്വേഷണത്തിൽ ഉണ്ടാകുന്നില്ല. പോലീസ് സംഘം വന്ന് പരിശോധിച്ചാൽ മാത്രമേ CCTV അവർ വന്ന ശേഷം മാത്രമേ CCTV പരിശോധിക്കാൻ RPF തയ്യാറാകുന്നുള്ളൂ. അതാണ് ഈ അന്വേഷണ സംഘം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. ഏതായാലും തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു സംഘമാണ് ഇപ്പോൾ ഇവിടേക്ക് അല്പസമയത്തിനകം എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അവർ ഇവിടെ വന്ന് പരിശോധന നടത്തും. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ഇത്രയും നേരം ഒട്ടും പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ചില മൊഴികൾക്ക് അപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇത്ര മണിക്കൂറുകൾ പിന്നിടുന്നു. 13 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഭാഷ അറിയാത്ത പെൺകുട്ടിയാണ്. ഏതാനും ആഴ്ചകൾ മാത്രമാണ് കേരളത്തിൽ അവർക്ക് പരിചയമുള്ളത്. അതും ആസാമിൽ നിന്ന് വന്ന് ഇത്ര ദിവസങ്ങൾ മാത്രമേ, ആഴ്ചകൾ മാത്രമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ആ രീതിയിലുമുണ്ട്. ഭാഷാപരമായ പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് കുട്ടിക്ക് സംഭവിച്ചത്? എവിടെയാണ് കുട്ടി? മറ്റാരുടെയെങ്കിലും സഹായം കുട്ടിക്ക് എപ്പോഴെങ്കിലും ഈ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും പെൺകുട്ടിയെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിൽ പെൺകുട്ടിയെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ ഇപ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾ ഉയരുന്നുണ്ട്. അവളുടെ കയ്യിൽ എത്ര പണമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആഹാരം കഴിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 13 വയസ്സുള്ള പെൺകുട്ടിയാണ്. അപകടത്തിൽപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങളുണ്ട്. അത്തരം വലിയ ആശങ്കകൾ സ്വാഭാവികമായും ഉണ്ട്. ഏതായാലും ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. നാഗർകോവിലെ CCTV ദൃശ്യങ്ങളുടെ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. ഇരണിയിലും ഇല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് കൊഴുത്തുറ നേരെ എവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഇരണിയിലും പരിശോധന ഉണ്ടാകാം. ആ പരിശോധന കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം അവിടെയും ഇല്ലെങ്കിൽ നാഗർകോവിൽ തന്നെയാണ്. അതാണ് സാഹചര്യം. ഇപ്പോൾ പരിശോധന തുടരുകയാണ്. നാഗർകോവിലടക്കം പരിശോധന തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നാഗർകോവിലെ CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇതുവരെ നിലവിൽ ഒരു വിവരവും ലഭിച്ചിട്ടില്ല തസ്മിത് എവിടെയെന്നുള്ള ചോദ്യത്തിന് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണ സംഘം വളരെ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. സാധ്യമായ എല്ലാ തരത്തിലും അവർ അന്വേഷിക്കുന്നുണ്ട് തസ്മിതിന് വേണ്ടി. മാധ്യമങ്ങളടക്കം കൃത്യമായി
തസ്മിത്തിന്റെ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആർക്കെങ്കിലും തസ്മിദിനെ കുറിച്ച് ഒരു വിവരം നൽകാൻ സാധിക്കുകയാണെങ്കിൽ അത് ലഭിക്കട്ടെ എന്ന തരത്തിലടക്കമുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളും നൽകുന്നുണ്ട്. കൃത്യമായി തസ്മിദിനെ സുരക്ഷിതയാക്കി നമുക്ക് തിരിച്ച് എത്തിക്കണം. കാരണം അത്രമാത്രം നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് ആ കുഞ്ഞ് സുരക്ഷിതയാവാൻ. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ആ കുഞ്ഞ് സുരക്ഷിതയല്ലേ? അവൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ? അവൾ ആരോഗ്യവതിയായിരിക്കുമോ? അവൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരുപാട് ആശങ്കകളും നമുക്കുണ്ട്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ 13 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് അപകടങ്ങളുണ്ട്. അത്തരത്തിൽ അപകടങ്ങളൊന്നും ഉണ്ടാവാതെ അവൾ അതിൽ നിന്നൊക്കെ സുരക്ഷിതയാവട്ടെ. സുരക്ഷിതയായി വളരെ വേഗം അവൾക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ സാധിക്കട്ടെ. അവളുടെ മാതാപിതാക്കളുടെ കൈകളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. ഇനി വരുന്ന ബുള്ളറ്റിനുള്ളിൽ അടുത്ത വാർത്ത വായിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി ആ കുഞ്ഞിനെ തിരിച്ച് ലഭിച്ചു എന്ന് പറയാനും കൂടെ സാധിക്കട്ടെ. ഇനി സ്പോട്ട് ലൈവ്